ഇന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ മക്കൾ കേൾക്കുന്നില്ല. കാരണം എന്താ? നമ്മളെല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് വളർത്തിയത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് 23, 24, 25 വയസ്സായാലും അവര് നമ്മളെ പാരന്റായിട്ടും നമ്മളവരെ കുട്ടികളായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ ഒരു ബിസിനസ്സുകാരന് കിട്ടുമ്പോൾ അവനെ എല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തുന്നുണ്ട്. അതായത് സമൂഹത്തിൽ അടുത്തൊരു ജനറേഷനെ വളർത്താനായിട്ട് ബിസിനസ്സുകാരൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ അധികമുണ്ട്. നോക്കിക്കേ, അവൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ബിസിനസ്സാണ്, ബിസിനസ്സുകാരനാണ്. അതായത് യുവതലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ബിസിനസ്സുകാരൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് ഒട്ടും ചെറുതാക്കി കാണാൻ കഴിയില്ല. കാരണം അവന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ക്ലേ ആണ്. ഈ ക്ലേനെ മോൾഡ് ചെയ്ത് സമൂഹത്തിലേക്ക് ആപ്റ്റായിട്ട് സംസാരിപ്പിക്കാനും പ്രസന്റ് ചെയ്യാനും അതേക്കൂടെ റിസൾട്ട് ഉണ്ടാപ്പിക്കാനും പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഇന്ന് ബിസിനസ്സുകാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുത്ത് അവൻ്റെ ബിസിനസ്സിൻ്റെ ഉന്നമനത്തിനാണെങ്കിലും ബൈ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് നമ്മളുടെ യുവതലമുറയെ പ്രബുദ്ധരാക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരാക്കുക, അല്ലെങ്കിൽ അവനെ സംസാരിക്കാൻ പാകപ്പെടുത്തുക എന്ന പ്രോസസ്സൊക്കെ ബിസിനസ്സുകാരുടെ തലയിലേക്ക് നമ്മൾ കൊടുത്ത് അത് അവർ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബിസിനസ്സുകാരൻ തരുന്ന, സമൂഹത്തിന് തരുന്ന നല്ല ഒരു ക്വാളിറ്റി ഓഫ് സർവീസാണ്.